Hello everyone, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ നെറ്റ്വർക്ക് തിയറി സർക്യൂട്ട്സ് ബാർ നെറ്റ്വർക്ക്സ് മോഡ്യൂൾ 5 2 നെറ്റ്വർക്കിൽ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. S3 EC AE ട്രിപ്പിൾ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിരിക്കും. സെറ്റ് പാരാമീറ്റർ ഡിപെൻഡൻറ്റ് സോഴ്സ് വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഫൈൻഡ് ദ ഇസഡ് പാരാമീറ്റർ ഓഫ് ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്, അതിൻ്റെ ഇസഡ് പാരാമീറ്റർ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഏത് പാരാമീറ്റർ ആണോ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഇക്വേഷൻസ് എഴുതണം. ദാറ്റ് ഈസ് ഇവിടെ ഇസഡ് പാരാമീറ്റർ ആണ്, വി ഈക്വൽ ടു ഇസഡ് ഐ ആണ്. ഇപ്പോൾ ഇവിടെ 2 പോർട്ട് നെറ്റ്വർക്ക് ആയതുകൊണ്ട് V1 V2 ഈക്വൽ ടു ഇസഡ് മെട്രിക്സ് ഇൻറ്റു I1 I2 എന്ന് വരും. ദാറ്റ് ഈസ് Z11 Z12 Z21 Z22. നമ്മൾ മെട്രിക്സ് 2x2 മെട്രിക്സിൻ്റെ ഇൻഡിസസ് പോലെ വരുത്തേ ഉള്ളൂ, ഇസഡ് പാരാമീറ്റർ ആണേ ഉള്ളൂ. അപ്പോൾ അത് ഇക്വേഷൻസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് V1 ഈക്വൽ ടു Z11 I1 plus Z12 I2. Similarly, V2 equal to Z21 I1 plus Z22 I2. നമ്മൾ മെട്രിക്സിന് ഇക്വേഷൻസ് ആയിട്ട് എഴുതി. അതിന് കണ്ടീഷൻസ് അപ്ലൈ ചെയ്താണ് നമ്മൾ Z11 Z12 അതുപോലെ Z21 Z22 ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ എക്സാമിന് അത് എഴുതിയിരിക്കണം. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ക്വസ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതൊരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണ്. ആരോ വന്നിരിക്കുന്നത് കൊണ്ട് കറണ്ട് സോഴ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഈ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റർ തന്നിരിക്കുന്നത്. നമുക്കറിയാം സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് a current source in parallel with the resistor can be replaced by a voltage source in series with the same resistor. അപ്പം അങ്ങനെ ആക്കുമ്പോഴത്തേക്ക് നമ്മൾ സർക്യൂട്ട് ഒന്നും കൂടെ സിംപ്ലിഫൈ ആവും, അതായത് ഇതിൻ്റെ മെഷിൻ്റെ എണ്ണമൊക്കെ കുറയും. ഓക്കെ, അതുകൊണ്ട് അങ്ങനത്തുള്ള കേസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ സോഴ്സ് ട്രാൻസ്ഫോം ചെയ്യാൻ നോക്കുക. അപ്പോൾ കുറച്ചും കൂടെ സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്ത് വരും. അപ്പോൾ ഇവിടെ ഈ 6I1 എന്ന് പറയുന്നത് ആരോ ഇൻഡിക്കേറ്റ് ചെയ്ത് ഡയമണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ഒരു ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ആണ്. ഒരു 4 ohm റെസിസ്റ്റർ അതിന് പാരലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് നമുക്കൊരു കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റർ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് സെയിം റെസിസ്റ്ററായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കറിയാം V ഈക്വൽ ടു I ഇൻറ്റു R ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ I മീൻസ് 6I1 ഇൻറ്റു R എന്ന് പറയുമ്പോഴത്തേക്ക് 4 വരും. ദാറ്റ് ഈസ് ഈ V ഈക്വൽ ടു നമുക്ക് 24I1 എന്ന് കിട്ടും. ഇപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിന് നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആയതുകൊണ്ട് ഡയമണ്ട് ഷേപ്പ് തന്നെയാണ് വരുന്നത്, ഡയമണ്ട് ഷേപ്പ് വരും. എന്നിട്ട് ഇതിൻ്റെ കേസിൽ നമുക്കറിയാം ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്ലസ്സിലേക്കായിരിക്കും, ഇവിടെ പ്ലസ് മൈനസ് ആയിരിക്കും. ആ സോഴ്സിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തത്, I ഇൻറ്റു R. ദാറ്റ് ഈസ് 24I1 എഴുതാം. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് ഒരു കറണ്ട് സോഴ്സ് in parallel with a resistor can be replaced by a voltage source in series with the same resistor. ഇങ്ങനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന കറണ്ട് സോഴ്സ് ആണ്, അതിന് നമ്മൾ I ഇൻറ്റു R എടുത്തപ്പോഴത്തേക്ക് വോൾട്ടേജ് സോഴ്സ് ആയി. അതിന് എന്തായിട്ട് സീരീസ് വിത്ത്, അപ്പോൾ ഇതുമായിട്ട് ഈ 4 ohm റെസിസ്റ്റർ സീരീസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഫോമിൽ വരും. നെക്സ്റ്റ് ഈ 4 ohm, നെക്സ്റ്റ് ഈ 2 ohm. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ തന്നിരിക്കുന്ന നെറ്റ്വർക്കിന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് 2 ohm, ദിസ് ഈസ് 4 ohm ആൻഡ് ദിസ് ഈസ് 4 ohm. ദിസ് ബിക്കംസ് എ വോൾട്ടേജ് സോഴ്സ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 24I1. ഇങ്ങനെ മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെ മാറ്റിയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നോക്കിക്കേ, ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഒരു മെഷ് കുറഞ്ഞ് കിട്ടി. ഓക്കെ, അപ്പം അങ്ങനത്തുള്ള ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേക്കണം. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇസഡ് പാരാമീറ്റർ ആണ്. അപ്പം V1 V2 ഇക്വേഷൻസ് ആണ് വേണ്ടത്. ഇപ്പോൾ V1 എന്ന് വെച്ചാൽ ഇൻപുട്ടിലെ വോൾട്ടേജ് ആണ്, V2 എന്ന് പറയുന്നത് ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ആണ്. അപ്പം അതിനകത്ത് പിന്നെ നെക്സ്റ്റ് ഓർക്കേണ്ടത് ഇതിൻ്റെ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്ലസ് മൈനസ് ആണ്. അപ്പം വോൾട്ടേജ് സോഴ്സിലേക്ക് മാറ്റുമ്പോഴും ഇവിടെ ആ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും പ്ലസ് എന്ന് വരുന്നത്, ദിസ് അതർ എൻ്റെ ആയിരിക്കും നെഗറ്റീവ് വരുന്നത്. ഓക്കെ, ഈ നെറ്റ്വർക്ക് ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ്. സോഴ്സ് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ നെറ്റ്വർക്ക് ഈ ഒരു ഫോമിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്, കുറച്ചുകൂടി സിംപ്ലിഫൈ ആയിട്ടുണ്ട്. ഇവിടെ മൈനസ് പ്ലസ്, ഇത് 4 ohm, സെയിം 4 ohm തന്നെ വരുന്നത്. ഇവിടെ ഒരു 4 ohm ഉണ്ട്, ഇവിടെ ഒരു 2 ohm ഉണ്ട്.
This is input port voltage V1, output port voltage V2. ഇനി ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-പോർട്ട് നെറ്റ്വർക്കിനകത്ത് ഇൻപുട്ട് പോർട്ടിന്റെ കറണ്ട് I1 ഈ ഡയറക്ഷനിലും ഔട്ട്പുട്ട് പോർട്ടിന്റെ കറണ്ട് ഡയറക്ഷൻ ഈ ഫോമിലാണ്. രണ്ടും ഇൻവേഴ്സിലായിട്ടാണ് വരുന്നത്. ഓക്കെ, അത് ഓർത്തോണം. ഇനി ഇവിടെ തേർഡ് ഒരു മെഷ് ഉണ്ട്. അപ്പോൾ ആ തേർഡ് മെഷിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കറണ്ട് മാർക്ക് ചെയ്യണം. നമ്മളെ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ I1 I2 ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ഇതിലേക്കുള്ള കറണ്ട് ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ I3 എന്നുള്ളത് മാർക്ക് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മളിവിടെ എന്താ ചെയ്തത്? ഇതിനെ സോഴ്സ് ട്രാൻസ്ഫോം ചെയ്തു. സോഴ്സ് ട്രാൻസ്ഫോം ചെയ്തപ്പോൾ സർക്യൂട്ട് ഒന്നും കൂടെ സിംപ്ലിഫൈഡ് ആയി. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ I1 കറസ്പോണ്ട്സ് ടു ഇൻപുട്ട് പോർട്ട് കറണ്ട്, I2 കറസ്പോണ്ട്സ് ടു ഔട്ട്പുട്ട് പോർട്ട് കറണ്ട്. അതിന്റെ ഡയറക്ഷൻ ഓർത്തോണം. ഇനി ഈ ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു തേർഡ് കറണ്ട് I3 കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 3 മെഷ് ഇക്വേഷൻസ് എഴുതണം. അപ്പോൾ ഫസ്റ്റ് മെഷ് ഇക്വേഷൻ എഴുതുകയാണ്. സിഗ്മ V ഈക്വൽ ടു സിഗ്മ IR. ഫസ്റ്റ് മെഷിൻ്റെ വോൾട്ടേജ് V1 ഈക്വൽ ടു ഇതിൻ്റെ കേസിൽ 2 ഇൻറ്റു നമ്മൾ വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് മെഷ് ആയിരുന്നത്. ഫസ്റ്റ് മെഷ് കൂടെ പോകുന്ന കറണ്ട് എന്താണ്? I1 ആണ്. അപ്പോൾ I1 മൈനസ് I3 എന്ന് വരും. നമുക്കറിയാം, നേരത്തെ നമ്മൾ മെഷ് ഇക്വേഷൻസ് എഴുതുന്നതാണ്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്ന? ഫസ്റ്റ് മെഷ് ആണെങ്കിൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഫസ്റ്റ് മെഷിൻ്റെ കറണ്ടാണ് I1 മൈനസ് I3 എന്ന് വരും. ഓക്കെ, ഇത് ഈ ഡയറക്ഷനിലും ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. അപ്പോൾ ഫസ്റ്റ് മെഷിൻ്റെ ഇക്വേഷൻ ആയി V1 ഈക്വൽ ടു 2 ഇൻറ്റു I1 മൈനസ് I3 എന്ന് കിട്ടി. നമുക്ക് ഫസ്റ്റ് മെഷ് ഇക്വേഷൻ കിട്ടി. ഇനി സെക്കൻഡ് മെഷ് ഇക്വേഷൻ എഴുതുകയാണ്. ഇവിടെ ഇതെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. അതിൻ്റെ വാല്യൂ നമ്മൾ 24I1 എന്നുള്ള കാര്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. 24I1. അപ്പോൾ ഈ മെഷിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് വോൾട്ടേജ് സോഴ്സസ് നോക്കുക. ഇതിൻ്റെ കേസിൽ ഒരു സോഴ്സ് ഉണ്ട്. ഡയമണ്ടിനകത്ത് മൈനസ് പ്ലസ് വരുമ്പോഴത്തേക്ക് അത് വോൾട്ടേജ് സോഴ്സ് ആണ്. അപ്പോൾ അത് ലീവ് ചെയ്യുന്നിടത്ത് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ വാല്യൂ 24I1, ആ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ, ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ വാല്യൂ 24I1 എന്ന് വരും. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ കറണ്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഷീൻ്റെ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ സോഴ്സസ് നോക്കും. അതിനകത്ത് വരുന്ന ഒരു സോഴ്സ് ഇതേ ഉള്ളൂ, വോൾട്ടേജ് സോഴ്സ് ആണ്. അപ്പോൾ അത് ഈ ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്ക് ലീവ് ചെയ്യുന്നിടത്ത് പോസിറ്റീവ് ആണ്. സോ പ്ലസ് 24I1 വോൾട്ടേജ് വാല്യൂ കിട്ടി ഈക്വൽ ടു. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ IR എഴുതണം. അപ്പോൾ ഈ 2 ഓമിൻ്റെ എഴുതുമ്പോഴത്തേക്ക് വിത്ത് റെസ്പെക്ട് ടു മെഷ് 2 ആണ് നമ്മൾ എഴുതുന്നത്. മെഷ് 2ൻ്റെ കറണ്ട് I3 ആണ്. അപ്പോൾ എന്ത് എഴുതും? ഈ 2 ഓം എന്ന് വെച്ച് കഴിഞ്ഞാൽ I1-നും I3-ക്കും കോമൺ ആണ്. നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതുന്നതുകൊണ്ട് പ്രിഫറൻസ് കൊടുക്കേണ്ട I3-ക്കാണ്. സോ I3 മൈനസ് I1 വരും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി പ്ലസ് 4 ഇൻറ്റു അതിലേക്കൂടെ കറണ്ട് എന്ന് പറയുമ്പോൾ I3 മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. 4I3 പ്ലസ് ഈ 4 ഓമിൽ കൂടെ 4 ഇൻറ്റു അവിടെ എന്തുണ്ട്? I3യുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്. I2ൻ്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷനാണ്. കാരണം നമ്മളുടെ 2-പോർട്ട് നെറ്റ്വർക്ക് വരുമ്പോഴത്തേക്ക് ഔട്ട്പുട്ടിൻ്റെ ഡയറക്ഷനും എന്താണ്? ഈ ഒരു ഫോമിലാണ് വരുന്നത്. അപ്പോൾ രണ്ടും ഇവിടെ എന്താണ്? ഒരേ സെയിം ഡയറക്ഷനിലാണ് വരുന്നത്. I3യും ഡൗൺവേർഡ്സ് ആണ്, I2യും ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ രണ്ടും കൂടെ എന്തായിട്ട് വരും? അതിൻ്റെ സം ആയിട്ട് വരും. ദാറ്റ് ഈസ് 4 ഇൻറ്റു I3 പ്ലസ് I2 എന്ന് വരും. ഓക്കെ, അത് ഓർത്തോണം. നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ എഴുതിയത്? സെക്കൻഡ് മെഷ് എടുത്തു. അപ്പോൾ അതിനകത്ത് സോഴ്സസ് നോക്കി. ഒരു വോൾട്ടേജ് സോഴ്സാണ് ഉള്ളത്. അതിൻ്റെ വാല്യൂ 24I1 ആണ്. അത് ഈ കറണ്ട് ഡയറക്ഷൻ ലീവ് ചെയ്യുന്നിടത്ത് പോസിറ്റീവ് വന്നിരിക്കുന്നത്. സോ 24I1 ഈക്വൽ ടു ഈ 2 ഓമിൻ്റെ 2 ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ഈ മെഷ് ആയതുകൊണ്ട് ഈ കറണ്ടിനാണ് എനിക്ക് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. സോ I3 മൈനസ് I1 പ്ലസ് 4 ഇൻറ്റു 4 കൂടെ I3 മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. സോ 4I3 പ്ലസ് ഈ 4 കൂടെ ആണെങ്കിൽ I3 ഡയറക്ഷനിലാണ്, I2 സെയിം ഡയറക്ഷനിലാണ്. സോ 4 ഇൻറ്റു I2 പ്ലസ് I3 എന്ന് കിട്ടി. നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ലാസ്റ്റ് എന്ത് ചെയ്യണം? ഈ തേർഡിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം തേർഡിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. തേർഡ് ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് വോൾട്ടേജ് സോഴ്സ് നോക്കുക. അപ്പോൾ V2 ഉണ്ട്. V2 പിന്നുള്ളത് ഈ ഡയറക്ഷൻ വരുമ്പോഴത്തേക്ക് ഇവിടെ പ്ലസ് ഉണ്ട്. പ്ലസ് 24I1 വോൾട്ടേജ് സോഴ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു അതിലേക്കൂടെ കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടിൻ്റെയും കൂടെ സമ്മായിട്ട് വരും. 4 ഇൻറ്റു I2 പ്ലസ് I3 എന്ന് വരും. നമ്മൾ എന്ത് ചെയ്തു? 3 ഇക്വേഷൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതിൻ്റെ കേസിൽ ഇത് V2 സോഴ്സ് ഉണ്ട്, പിന്നെ ഒരു 24I1 എന്നുള്ള വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അപ്പം V2 പ്ലസ് 24I1 ഈക്വൽ ടു 4 ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ഇപ്പോൾ ആ 4 ഓമിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് I2 I3 ഉണ്ട്. സോ I2 പ്ലസ് I3 എന്ന് വരും. ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്യണം.
ഞാൻ ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് ഇവിടെ എഴുതാം. 26i1 minus 4i2 minus 10i3 equal to 0 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് v2 equal to minus 24i1 plus 4i2 plus 4i3 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഇതിൻ്റെ കേസിൽ കറണ്ട് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ കേസിൽ പാരാമീറ്റേഴ്സ് വരുന്നത് v1 v2 i1 i2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതിയപ്പോഴത്തേക്ക് ഒരു i3 വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് i3നെ ഇതിനകത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. i3നെ എലിമിനേറ്റ് ചെയ്യണം. കണ്ടോ, നമ്മളിപ്പോൾ ഇവിടെ ഇസഡ് പാരാമീറ്റർ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ i1 i2 v1 v2 ഫോമിലേ വരത്തുള്ളൂ. നമ്മൾ ഇവിടുത്തെ ഇക്വേഷൻ ഒരു ഇക്വേഷൻ ഇതായിരുന്നു, നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ ഇതായിരുന്നു, തേർഡ് ഇക്വേഷൻ ഇതായിരുന്നു. ഓക്കെ, അപ്പം അതിനകത്ത് ഇവിടെ ഇതിൻ്റെ കേസിൽ i3 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് എന്ത് കിട്ടും? v1 v2 i1 i2 കിട്ടും. ഓക്കെ, ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് i3യുടെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇക്വേഷനിൽ നിന്ന് i3, കാരണം നമുക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്യേണ്ടത് i3 ആണ്, നമ്മുടെ പാരാമീറ്ററിനകത്ത് i3 വരില്ല. സോ ഈ ഇക്വേഷന് നമുക്ക് എങ്ങനെ എഴുതാം? i3 ഈക്വൽ ടു അല്ലെങ്കിൽ 10i3 ഈക്വൽ ടു 26i1 മൈനസ് 4i2 എന്ന് വരും. അപ്പം ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോഴത്തേക്ക് 2.6i1 മൈനസ് 0.4i2 എന്ന് കിട്ടും. ഇവിടെ ഇതിൻ്റെ കേസിൽ 26i1 മൈനസ് 4i2 ഈക്വൽ ടു 10i3 എന്ന് എഴുതാം. i3 എന്ന് പറയുമ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 2.6i1 മൈനസ് 0.4i2 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ v1ന്റെ ഇക്വേഷനകത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ i3ന്റെ വാല്യൂ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് ആ എക്സ്പ്രഷനകത്ത് എന്ത് എലിമിനേറ്റ് ആവും? i3 എലിമിനേറ്റ് ആവും. പിന്നെ വരുന്ന വാല്യൂസ് എന്തൊക്കെയായിരിക്കും? v1 i1 i2 ആയിരിക്കും. ഓക്കെ, ഇവിടെ ചെയ്യാൻ പോകുന്നത് substitute the value of i3 in equation 1. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വേഷൻ 1 എന്ന് വെച്ചാൽ v1 ഈക്വൽ ടു 2 ഇൻറ്റു i1 മൈനസ് i3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2i1 മൈനസ് 2i3 വരും. i3ക്ക് ഞാൻ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ v1 ഈക്വൽ ടു 2i1 മൈനസ് 2 ഇൻറ്റു i3 വാല്യൂ 2.6i1 മൈനസ് 0.4i2 എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് v1 ഈക്വൽ ടു മൈനസ് 3.2i1 പ്ലസ് 0.8i2 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഫോമിലേക്ക് കിട്ടും. ഇപ്പോഴത്തേക്ക് ഇവിടെ ഇൻ ടേംസ് ഓഫ് എന്ത് വന്നു? v1 i1 i2 വന്നു. സിമിലർലി എന്ത് ചെയ്യണം? നമ്മളുടെ ഈ ഇക്വേഷനകത്ത് എന്ത് ചെയ്യണം? i3ക്ക് പകരം 2.6i1 മൈനസ് 0.4i2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈസ് v2 ഈക്വൽ ടു മൈനസ് 24i1 പ്ലസ് 4i2 പ്ലസ് 4 ഇൻറ്റു i3ക്ക് പകരം we will substitute it as 2.6i1 മൈനസ് 0.4i2 എന്ന് കൊടുക്കും. അപ്പോൾ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ v2 ഈക്വൽ ടു മൈനസ് 13.6i1 പ്ലസ് 2.4i2 എന്ന് കിട്ടും. നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. v1 in terms of i1 and i2, v2 in terms of i1 and i2. നമുക്കറിയാം z പാരാമീറ്റർ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. v1 in terms of i1 and i2 ആണ്, v2 in terms of i1 and i2 ആണ്. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും കൂടെ കമ്പയർ ചെയ്യാം. ദാറ്റ് ഈസ് z പാരാമീറ്ററിന്റെ ഇക്വേഷൻ വരുന്നത് v1 ഈക്വൽ ടു z11 i1 പ്ലസ് z12 i2. Similarly, v2 equal to z21 i1 plus z22 i2 ആണ്. നമുക്കിവിടെ കിട്ടിയ ഈ രണ്ട് ഇക്വേഷൻസ് ഞാനിവിടെ എഴുതുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ v1 ഈക്വൽ ടു മൈനസ് 3.2 i1 പ്ലസ് 0.8 i2. Similarly, our second equation v2 equation v2 equal to minus 13.6 i1 plus 2.4 i2 ആണ്. ഓക്കെ, ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, നമ്മളിവിടെ ഡിറൈവ്ഡ് ഇക്വേഷൻ. ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന ഈ ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ V1 in terms of I1 and I2 ആണ്, ഇവിടെയും V1 in terms of I1 and I2. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് we can write Z11 equal to -3.2, അതുപോലെ Z12 equal to 0.8. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഇക്വേഷനും ഈ ഇക്വേഷനും കമ്പയർ ചെയ്യാം. അപ്പോൾ രണ്ടും V2 in terms of I1 and I2, ഇവിടെയും V2 in terms of I1 and I2 ആണ്. അപ്പം Z21 equal to -13.6 എന്ന് കിട്ടും. സിമിലർലി Z22 equal to 2.4 എന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇംപെഡൻസ് ആയതുകൊണ്ട് ഓം ആയിരിക്കും വരുന്നത്. ഇതാണ് അതിൻ്റെ ആൻസർ. നമ്മളെപ്പോഴും 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ മെട്രിക്സ് എഴുതണം. V1 V2 equal to Z മെട്രിക്സ് ഇൻറ്റു I1 I2. ഇതിനകത്ത് വരുന്ന Z11 വാല്യൂ ആണ്, ദാറ്റ് ഈസ് -3.2. അടുത്ത Z12 എന്ന് പറയുമ്പോൾ 0.8, Z21 -13.6, Z22 2.4. ഇതാണ് അതിൻ്റെ Z പാരാമീറ്റർ വരുന്നത്. അതാണ് അതിൻ്റെ ഫുൾ സൊല്യൂഷന്. ഇനി നേരത്തെ പോലെ നമ്മൾ കണ്ടീഷൻസ് വെച്ചിട്ടും ചെയ്യാം, ഇതുപോലെ ഡയറക്റ്റ് കമ്പയർ ചെയ്തും ആൻസർ എഴുതാം. അപ്പോൾ ഇവിടെ ഇത്രയും ഈസി ആവാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ സോഴ്സ് ട്രാൻസ്ഫോം ചെയ്തതുകൊണ്ടാണ് നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഈസി ആയത്. അപ്പോൾ ഇവിടെ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റർ നമ്മൾ ഫസ്റ്റ് തന്നെ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് ആക്കി. അപ്പോഴത്തേക്ക് നമ്മൾ സർക്യൂട്ട് സിംപ്ലിഫൈഡ് ആയി. പിന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷ് ഇക്വേഷൻസ് എഴുതുക എന്നുള്ളതാണ്. അപ്പം മെഷ് ഇക്വേഷൻസ് എഴുതുമ്പോൾ ഈ I1 I2 2 പോർട്ടിൻ്റെ കേസിൽ രണ്ടും ഇൻവേർട്സ് ആണ്. പിന്നെ നമ്മൾ മൂന്നാമത്തെ കറണ്ട് മെഷിന് നമ്മൾ I3 കറണ്ട് കൊടുത്തു, അതിൻ്റെ മെഷ് ഇക്വേഷൻസ് എഴുതി. നമുക്ക് ഓൾറെഡി അറിയാം ഒരു Z പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ പാരാമീറ്റേഴ്സിൽ V1 V2 I1 I2 വരത്തുള്ളൂ. ഇപ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യണം, I3 എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഇക്വേഷനിൽ നിന്ന് I3 എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. എന്നിട്ട് ബാക്കി രണ്ട് ഇക്വേഷനിലും I3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് V1 in terms of I1 and I2 അതുപോലെ V2 in terms of I1 and I2 കിട്ടി. നമ്മളുടെ സ്റ്റാൻഡേർഡ് Z പാരാമീറ്ററിൻ്റെ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ലാസ്റ്റ് എന്താണെങ്കിലും നിങ്ങൾ പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ മെട്രിക്സ് തന്നെ എഴുതണം. ഇവിടെ V1 V2 equal to Z മെട്രിക്സ് ഇൻറ്റു I1 I2. ഇതാണ് അതിൻ്റെ ഫുൾ സൊല്യൂഷൻ. ഇപ്പോൾ എക്സാമിന് 2 പോർട്ട് നെറ്റ്വർക്ക്സ് ഏതെങ്കിലും പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പം നമ്മൾ എല്ലാ പാരാമീറ്റർ ചെയ്യുന്നതും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കുറേ വീഡിയോസ് അപ്ലോഡഡ് ആണ്. അപ്പം നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തത് Z പാരാമീറ്റർ അതുപോലെ Y പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്കറിയാം ഇൻ്റർ റിലേഷൻഷിപ്പ് യൂസ് ചെയ്ത് ഇപ്പം Z ആണെങ്കിലും Y ഉണ്ടെങ്കിലും നമുക്കതിന് അതർ പാരാമീറ്റർ ABCD പാരാമീറ്റർ അല്ലെങ്കിൽ Y പാരാമീറ്ററിലേക്ക് നമുക്ക് ഇൻ്റർ റിലേഷൻഷിപ്പ് യൂസ് ചെയ്ത് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് T നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് Z പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പൈ നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, Y പാരാമീറ്റർ കണ്ടുപിടിക്കാം. അപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് Z പാരാമീറ്ററും Y പാരാമീറ്ററും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കണം. അതിനുശേഷം എക്സാമിന് ഏത് പാരാമീറ്റർ ആണോ ഉള്ളത് അതനുസരിച്ച് ഇൻ്റർ റിലേഷൻഷിപ്പ് യൂസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഒരു essay ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കാണ്. മോഡ്യൂൾ 5 KTU EC AE അതുപോലെ EEE സ്റ്റുഡൻസിനും മോഡ്യൂൾ 5 ആണ് 2 പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മോർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. BTech MEDC.